അച്ഛനങ്ങനെ ഹിമാലയൻ സോണിലൊരു ബുക്കിൽ എഴുതിയിട്ടത്, അതായത് അവരുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് സമയം ചോദിച്ചു. അപ്പൊ അച്ഛൻ്റെ വാച്ചിലേക്ക് നോക്കി വാച്ച് നിന്നുപോയി. നിലത്തല്ല ഇരിക്കണേ, എയറിലിരിക്കണേ. അങ്ങനെ പറയുകയാണെങ്കിൽ യോഗിനികൾ അത് തന്നെ. ഞാനിങ്ങനെ ഇങ്ങനെ ഒന്നും ഞാനിങ്ങനെ അന്തം വിട്ട് അയാളുടെ മുഖത്ത് നോക്കി നിൽക്കുക. ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. ഒന്നും പൂജയൊന്നും ചെയ്യണ്ട, ചോക്ലേറ്റ് കൊടുത്താൽ മതി. കേക്ക് എന്നാൽ കേക്ക് കൊടുത്തു. അല്ല, എന്താ കഴിക്കുന്നത് വെച്ചാൽ മോളാണ് എൻ്റെ ആ ആങ്സൈറ്റി സീറോ ഡൗൺ ആക്കുക. ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം അന്ന് രാത്രി തൊട്ട് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു കൊച്ചിനെ സ്വപ്നം കണ്ടു എൻ്റെ ഡ്രീമിൽ. അത് ഞാൻ ഉറക്കത്തിലല്ല, ശരിക്കും ഉണർന്നിരിക്കുന്ന കാണുന്ന പോലെ. കാരണം രാവിലെ ഉറക്കം വരാത്തൊരു ക്ഷീണം. അങ്ങനെ ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതിയായി. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മതിയായി. ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചിരുന്നു നമ്മുടെ വീട്ടിലാരെങ്കിലും മരിച്ച കുട്ടികളുണ്ടോ. കാരണം അങ്ങനത്തെ ഒരു സ്പേസിലാണ് വെക്കുന്നത്. ഞാനിങ്ങനെ 64 യോഗിനികളുടെ പടം വരയ്ക്കുന്നുണ്ട് എന്ന് ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ. വരയ്ക്കുന്നുണ്ടോ? വരച്ചോ. വരയ്ക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനൊരു 70% വരച്ചു. അതിൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ഈ ചീഫ് ഗസ്റ്റ് മാത്രം ആകുന്നില്ല. എൻ്റെ മനസ്സിൽ ഞങ്ങൾ പലരെ അപ്രോച്ച് ചെയ്തു, വേറെ ദിവസങ്ങളിൽ വരാമെന്ന് പറയുന്നു. പക്ഷെ ഈ മെയിൻ ഡേറ്റിൽ വരുന്നില്ല. അപ്പം എൻ്റെ പെട്ടെന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മളെ ഒരു ചീഫ് ഗസ്റ്റ് വേണ്ടായിരിക്കും ദേവിക്ക്. 64 പേരായിരുന്നു. ഹായ്, നമസ്കാരം. ഇന്ന് ഞാനിങ്ങനെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളൊരു വലിയൊരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു വഴിവക്കിൽ ഒരു യാത്രയുടെ ഇടയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു പരിചയം. ആ പരിചയം ഇന്ന് ഇവിടെ വരെ എത്തി. ഇന്ന് ഈ കൗച്ചിൽ അവരുടെ ഒപ്പം ഇരിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം വരെ എനിക്ക് കിട്ടി. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ പറയുന്നില്ലേ, ഒരുപാട് ആർട്ടിസ്റ്റുമാരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര്. പക്ഷെ ഇങ്ങനെ സ്പിരിച്വൽ കണ്ടൻസ് ചെയ്യുന്ന, സ്പിരിച്വൽ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന, സ്പിരിച്വൽ ഡ്രോയിങ്സ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അത്രയധികം കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അതിനൊരു ലൈഫുള്ള ചിത്രങ്ങൾ, അതിൻ്റെ ആ ഒരു ആർട്ടിൻ്റെ ആ ഒരു പടം വരച്ചതിൻ്റെ നമ്മുടെ ആ മുഖം കാണുമ്പോൾ ഒരു ദൈവീകത ഫീൽ ചെയ്യുന്നതും, അതിലെ സ്പിരിച്വാലിറ്റിയും, അതിലെ ഈച്ച് ആൻഡ് എവ്രി പിൻ പോയിന്റ് ഓഫ് ദാറ്റ് ആർട്ട് ഇസ് വെരി ക്ലിയർ. അത് ഒരു പക്ഷേ ആ യോഗിനിമാരുടെ ആ ഒരു തലം അറിയുന്ന ഒരാൾക്ക് അതിനെ വളരെ അധികം ഉൾക്കൊള്ളാൻ പറ്റും. അത് അറിഞ്ഞില്ലെങ്കിലും അതിനെ വളരെ സിമ്പിളായിട്ട്, ഇതൊന്നും അറിയാത്ത ഒരാളാണെങ്കിലും അത് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വി ഗെറ്റ് എൻ എനർജി എക്സ്ചേഞ്ച് എന്ന് തന്നെ പറയാം. അത് നിങ്ങൾ ഒരു എക്സിബിഷൻ വരുന്നുണ്ട്, ആ എക്സിബിഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവും. 64 പിക്ചേഴ്സാണ് വരച്ചിട്ടുള്ളത്. 64 പിക്ചേഴ്സ് 16 സ്റ്റേറ്റ്സിൽ അതിൻ്റെ എക്സിബിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. കാരണം ഞാൻ അതിനെ അത്രയും ഒരു വാവായി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, അതിൽ അത്രയും കണ്ടന്റുകളുണ്ട്. അല്ലാണ്ട് ഒരു നിസാര കാര്യമല്ല, അതൊരു വെരി ഹൈലി സ്പിരിച്വലാണ്. എങ്ങനെ ഞാൻ ബീന ചേച്ചി പരിചയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു ദിവസം ഒരു മെസ്സേജ് വരികയാണ്. മേ ബി എൻ്റെ ഫസ്റ്റ് ടൈം ആയിരിക്കും എൻ്റെ ലൈഫിൽ ഒരു ഇംഗ്ലീഷ് മാഗസീനിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ വരുന്നത് കേട്ടോ. എനിക്ക് അതിൻ്റെ ഓൾ ലവ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ജോയ് എല്ലാം എനിക്കുണ്ട്. ഞാനിങ്ങനെ സ്പെയിനിൽ ടൊമാറ്റീനിയോ ഫെസ്റ്റിവലിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വരിക, വി വുഡ് ലൈക്ക് ടു ഫീച്ചർ യു ഇൻ അവർ മാഗസീൻ എന്ന് പറഞ്ഞത്. ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇംഗ്ലീഷ് മാഗസീനില്ല, അതിന് മാത്രം ഉണ്ടോ? ഞാൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ അന്ന് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ സ്പെയിനിലും ജർമ്മൻ സൈഡിലൊക്കെ ആയിരുന്ന കാരണം അന്ന് അവിടെ വെച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്റർനാഷണൽ റൂമിങ് ഇല്ലായിരുന്നു. കാരണം ഇങ്ങനൊരു കോള് വരുന്നു, ഇങ്ങനൊരു ഇന്റർനാഷണൽ മാഗസീൻ്റെ ഒരു ഭാഗം ഞാനാവുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. അങ്ങനെ നാട്ടിൽ വന്നു. ഞങ്ങള് വി ഹാഡ് എ ലോങ് 1 hour ഡിസ്കഷൻ അബൌട്ട് അവർ ട്രാവൽ. എൻ്റെ ആർട്ടിക്കിള് മാഗസീനിൽ വന്നു. ഐ വാസ് സോ ഹാപ്പി. ഐ വാസ് സോ, എന്താ പറയാ, നമ്മുടെ ഒരു ഫീച്ചർ ഒരു ഇന്റർനാഷണൽ മാഗസീനിൽ വരുന്നതിൻ്റെ ഒരു ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ബീന മാം ആക്ച്വലി. കാരണം അതിന് മാത്രമുള്ള ഒരാളില്ല. ഞാൻ തൃശ്ശൂർ ഇരിക്കുന്ന ഒരു കുഞ്ഞാളല്ല, എന്നെ കൊണ്ടുപോയി ഇന്റർനാഷണൽ ആക്കിയത് പുള്ളിക്കാരിയാണ്. അങ്ങനെ കമ്മിങ് ബാക്ക് ടു ആളുടെ സ്റ്റോറീസ്, അങ്ങനെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ ഈ ആർട്ടിനെ കുറിച്ച് ഇതൊക്കെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആർട്ടും ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ഡ്രോയിങ്സും പുള്ളിക്കാരി ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത്. ഐ ഫെൽറ്റ് ഇറ്റ് സോ ഇൻട്രസ്റ്റിംഗ്.
അത് ഒരു ഒരു ടിപ്പിക്കൽ ആർട്ട് പരമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും എന്താ പറയാ ഭയങ്കര ലൗഡല്ല, പുള്ളി ഭയങ്കര സൈലന്റാ, പുള്ളി ഭയങ്കര സട്ടിലാ, ഭയങ്കര ഷൗട്ട് ഔട്ട്സ് ഒന്നുമില്ല. നമ്മളെ പോലെ ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് റീൽസ് അതൊന്നുമില്ല. പുള്ളി ഭയങ്കര സൈലന്റ് ആയിട്ട് വരച്ചിട്ടുള്ളത് അത് കാണേണ്ട രീതിയിലുള്ള ആൾക്കാർക്ക് മാത്രം കാണിച്ചു കൊടുക്കുന്ന, അല്ലാതെ ഞാനൊരു പടം വരച്ചിട്ട് അത് ലോകം മുഴുവൻ കാണണം അതല്ല പുള്ളിയുടെ പാറ്റേൺ. അപ്പൊ ഐ തോട്ട് എൻ്റെ വ്യൂവേഴ്സിൽ കുറച്ച് സ്പിരിച്വൽ ടേസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്, സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ്സ് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അവർക്കൊന്ന് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ഈ ഒരു ആർട്ടിനെ എന്നാൽ പറ്റാവുന്ന രീതിയിൽ എന്നെ ചുറ്റുപറ്റത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയും വലിയൊരു മാസ് ഇൻട്രോ കൊടുത്തിട്ട് ഗോയിങ് ടു ബീന മാം, വെൽക്കം. ഒരു 5 മിനിറ്റ് എടുത്തു ഒന്ന് പറഞ്ഞു പിടിച്ച് വരാൻ. ശരിക്കും പറഞ്ഞ ഒരു 10 മിനിറ്റ് വേണം, എന്നാലേ നമുക്കൊരു ബ്രീഫ് കിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ എങ്ങനെ ഇതിലേക്ക് എത്തി വന്നു എന്നുള്ളൊരു ഒരു 1 വേർഡിൽ എങ്ങനെ പറയാം, പിന്നെ ഹൗ യു കെയിം ഇൻ ടു ദിസ്? 1 വേർഡിൽ പറയണമെങ്കിൽ അത് ഇറ്റ് ഇസ് എ ഡിവൈൻ ഇന്റർവെൻഷൻ. എക്സാക്ട്ലി. അതേ ഉള്ളൊരു ഞാൻ പറഞ്ഞതിന്റെ ഒരു ഇന്നർ മീനിങ് അതന്നെ അല്ലേ? ഇറ്റ് ഈസ് വെരി കംപ്ലീറ്റ്ലി സ്പിരിച്വൽ, കംപ്ലീറ്റ്ലി. ഞാൻ ബേസിക് ആസ് എ ചൈൽഡ് വരയ്ക്കുമായിരുന്നു. അത് നമ്മുടെ സ്കെച്ച് ബുക്കിലും അല്ലെങ്കിൽ നമ്മുടെ കോളേജ് റെക്കോർഡ്സിലും മാത്രം ഇരുന്ന വരപ്പ്. കല്യാണം കഴിച്ചത് ഒരു ആർമി ഓഫീസറിനെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാ വീടുകളിലും നമ്മുടെ വാൾസ് ഡെക്കറേഷൻ, അപ്പൊ അതിനുള്ള വരപ്പ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. രാജാ രവിവർമ്മ പെയിന്റിങ്സുമായിട്ടുള്ളൊരു അതിനെ വരയ്ക്കുക, അത് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുറെ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് കല്യാണം കഴിഞ്ഞ ശേഷം. കല്യാണത്തിന് മുമ്പ് വരയ്ക്കും, ബേസിക്കലി വരയ്ക്കും, അല്ലാതെ നമ്മളൊരു ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് അതൊരു സീരിയസ് ലെവലിലോട്ട് പോകുന്നത്. സീരിയസ് ലെവലിലോട്ട് പോകുന്നത് ഐ വാസ് ഇൻ ടു ബിസിനസ്. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് എൻ്റെ കരിയർ വൈസ് അല്ല. ഞാൻ BSc ഗ്രാജുവേറ്റ് ഫ്രം SN കോളേജ് കൊല്ലം. അവിടെ നിന്ന് കല്യാണം കഴിച്ചു. റിസൾട്ട് വരുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞു. 20 വയസ്സിൽ 20 വയസ്സിൽ കല്യാണം കഴിച്ചു. പോകുന്നത് ചണ്ഡിമന്ദിറാണ്. അപ്പൊ ഭാഷ അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. അപ്പൊ ഈ പെയിന്റിംഗ് ഒരാളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ നാളെ എന്ത് എവിടേക്ക് എത്തിപ്പെടുന്നു നമുക്ക് അറിയ പോലും ഇല്ല, അല്ലെ? ആലോചിച്ചിട്ട് കൂടി ഒരിക്കൽ പോലും ഒരു 16 സ്റ്റേറ്റ്സില് അല്ലെ? ഇതിലൊരു സർപ്രൈസ് ഇവന്റ് ഉണ്ട്, അത് ഞാൻ ഇപ്പോഴേ പൊളിക്കാം. കാരണം ഷീസ് പ്ലാനിങ് 64 കൺട്രീസ് എക്സിബിഷൻ ഓൾസോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൊല്ലംകാരി 20 വയസ്സിൽ കല്യാണം കഴിച്ച് ഒരു എന്താ പറയാ ഒരു ഭാര്യയായി നിൽക്കുന്ന ഒരാളുടെ മോഹം ഇന്ന് എത്തി നിൽക്കുന്നത് ഗ്ലോബലിയാണ്, അല്ലെ? ഗ്ലോബലിയാണ്. പിന്നെ അവിടെ നിന്ന് ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ ടീച്ചറാണ്. അത് മിക്കവാറും എല്ലാ ആർമി ഓഫീസറിന്റെ വൈഫ്സ് ചെയ്യുന്ന ആർമി സ്കൂൾ ജോലി. വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് ഞാൻ ഫസ്റ്റ് ജോലി ചെയ്യുന്ന അഗർത്തല, അത് ഷിലോങ് മേഘാലയ അവിടെയാണ്. ഇല്ല, അഗർത്തലയിൽ ഇല്ല പോയിട്ടില്ല. കാമയ്ക്ക് എന്തെന്ന് പോലും അറിയില്ല. കാമയ്ക്ക് എന്തെന്നുമല്ല. നമുക്ക് നമ്മുടെ സ്പിരിച്വലിസം എന്ന് പറയുന്നത് വീട്ടില് വിളക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഗുരുവായൂർ പോവുക, അതോടെ മാത്രം, അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോവുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഒരു I think then I got into work business wise, different layers of businesses. ഒരു പ്രോപ്പർ ബിസിനസ് സ്പേസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ജേർണി അത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഐ തോട്ട് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരയ്ക്കണം എന്നുള്ളത്. ആ സമയത്ത് എന്നെ അട്രാക്ട് ചെയ്ത് കാരണം എൻ്റെതായ ഒരു ഇപ്പം നമ്മളെല്ലാം കോപ്പി അല്ലേ ചെയ്യും, രാജരവിവർമ്മയുടെ പിന്നെ അല്ലെങ്കിൽ ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ കോപ്പി. എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് വരയ്ക്കണം എന്ന് തോന്നി. അതെ, ആ സ്പേസിലാണ് എനിക്ക് അട്രാക്ഷൻ ജോമെട്രീസ് ഫിഗേഴ്സിനോടായിരുന്നു. അതെനിക്ക് നമ്മുടെ യന്ത്രങ്ങൾ, നമ്മുടെ എന്താ പറയുക, കളം വരയ്ക്കുന്ന, നമ്മുടെ പൂജയ്ക്ക് മുമ്പ് വരയ്ക്കുന്ന കളങ്ങളായിരുന്നു അട്രാക്ഷൻ. അപ്പം ഞാൻ അങ്ങനെ തന്നെ വരയ്ക്കണം എന്നില്ലായിരുന്നു. കാരണം അങ്ങനെ വരയ്ക്കണമെങ്കിൽ നമുക്ക് അതറിയണം, സബ്ജക്റ്റ് അറിയണം. അപ്പം ഞാനിപ്പോൾ ഒരു 8 തളം വേണം, അല്ലെങ്കിൽ 8 എതൾ വേണമെങ്കിൽ അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ വരച്ചു. പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു എനർജി ഇല്ലായ്മ തോന്നി. ഐ ഫെൽറ്റ് ദെയർ ഈസ് നോ എനർജി. അത് ആ മെഷർമെൻറ്റിൻ്റെയോ നമുക്കൊരു എനർജി തോന്നിയില്ല പെയിൻറ്റിങ്സ്. ആ സെർച്ചാണ് എന്നെ ഒരു ഡോക്ടർ എലക്സിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തുന്നത്. പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഐ വർക്ക് വിത്ത് ഐ വാസ് വിത്ത് ഹിം ഫോർ ഓൾമോസ്റ്റ് 4 years.
ഒരുപാട് അമ്പലങ്ങളിൽ യാത്ര ചെയ്തു. ആ സമയത്ത് എന്നെ കൊണ്ട് 27 നക്ഷത്രങ്ങളും അശ്വതി ഭരണി കാർത്തിക വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ അത് വരച്ചു. നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല, ഈ ഓൺലൈനിൽ പഠിക്കുന്നതിന് ലിമിറ്റേഷൻസ് അല്ല പുള്ളിക്കാരൻ ഒരു ഗുരുമുഖം വേണം. അല്ല പുള്ളിക്കാരൻ ആർട്ടിസ്റ്റ് അല്ല. അല്ല അങ്ങനെ ഒരാളുണ്ടായി 100% വരയ്ക്കാൻ എനിക്കൊരു മെന്ററാണ് 100%. അതൊരു ഗുരു എന്ന് വിളിക്കുന്ന പുള്ളിക്കാരന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഗുരു എന്ന് പറയുന്നില്ല. She was literally a guru. അത് പറയുമ്പോ തന്നെ ഐ ഫെൽറ്റ് ഇറ്റ്. കാരണം പുള്ളി അങ്ങനെ ആ സ്പേസിൽ വന്നില്ലായിരുന്നെങ്കിൽ. അപ്പൊ അങ്ങനെ അവിടെ നിന്നുള്ളൊരു ജേർണിയാണ്. 2015 I lost him. He had an heart attack. ചോദിക്കാൻ വരെ എനിക്ക് കൂടി ഒന്ന് കാണിച്ചു ഒരാളാണ്. ജീവിച്ചിരിക്കുമ്പോൾ he has given me a book. എന്നിട്ട് പറഞ്ഞു നീ ശ്രീവിദ്യയെ കുറിച്ച് എഴുതും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞ ഒരു ലീവ് ലെറ്റർ പോലും എനിക്ക് എഴുതാറിയില്ല. ഞാനാണെങ്കിൽ ബുക്ക് എഴുതുന്നത്. ഞാൻ ബുക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡ് അടി ഉണ്ടാകുന്ന ഒരു സംഭവം. കുട്ടികളുടെ ലീവ് ലെറ്റർ എഴുതാൻ പറയുമ്പോൾ ഞാൻ ഉണ്ണി എടുത്തു പോകും. ഉണ്ണി അറിയാം ഈ കൊല്ലത്തുനിന്ന് ഈ പെണ്ണെ കല്ലാണ്ട് ഒരു ലീവ് ലെറ്റർ പോലും എനിക്ക് എഴുതാൻ അറിയത്തില്ല എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലാണ് ഞാൻ എഴുത്തിനെ കുറിച്ച് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എഴുത്ത് നടക്കത്തില്ല. ഞാൻ ശ്രീവിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടോ ചുമ്മാ തമാശയ്ക്ക് വെച്ച് പുള്ളിക്കാരൻ ഭയങ്കര നിർഭം ആയിട്ടുള്ള ഒരാളാണ്. ഈ സിനിമാ നടി ശ്രീവിദ്യയാണോ ചുമ്മാ വെറുതെ തമാശയ്ക്ക് ചോദിച്ചു. അങ്ങനെ പക്ഷെ ആ ബുക്ക് എടുത്ത് ഞാൻ അൽമാരിയിൽ വെച്ചു. അതിനകത്ത് പിന്നെ ഒന്നും ഉണ്ടായില്ല. ഒരു പഴയ ബുക്കാണ്, ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ടൊരു ബുക്ക്. 2015 പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പം എന്തോ സംവെയർ ഐ ഫെൽറ്റ് എന്തോ ഞാൻ അതിനകത്ത് എന്തോ ചെയ്യാനുണ്ട് ഇതിൽ നിന്ന്. അല്ലെങ്കിൽ ആ ഒരു 4-5 വർഷം യാത്ര ചെയ്ത് എൻ്റെ ഒരു സ്പിരിച്വൽ ഫീൽ. കാരണം എൻ്റെ ഡോക്ടർ അലക്സുമായിട്ടുള്ള ട്രാവലിംഗ് ഭയങ്കരമാണ്. അതിൻ്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ബേസ്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഫസ്റ്റ് ഫീൽ വരുന്നത്. പല സമയത്തും നമുക്ക് ലിറ്ററലി ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്ത സ്പേസുകളാണ്. അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ശരി എന്തായാലും എഴുത്ത് പരിപാടി നമുക്ക് നടക്കത്തില്ല, അതിന് ഈസിയസ്റ്റ് മെത്തേഡ് മഹാത്രിപുര സുന്ദരിയെ വരയ്ക്കാം എന്ന് ഞാൻ വിചാരിച്ചാണ് ഇതിൻ്റെ ഒരു തുടക്കം. അതിലേക്കൊരു ഇൻഡ്യൂഷൻ അങ്ങനെ ഒരു ത്രിപുര സുന്ദരിയെ വരയ്ക്കണം. കാരണം അതാണ് ശ്രീവിദ്യയുടെ പ്രിസൈഡിങ് ഗോഡസസ്. ഷീസ് ദ പ്രിസൈഡിങ് ഗോഡസ്. അപ്പം അങ്ങനെ വരയ്ക്കാമെന്നൊരു തോട്ട് മനസ്സിൽ വന്നു. അപ്പം ഞാൻ ഈ വർക്ക് ചെയ്ത ഫീൽഡ് എല്ലാം കുറച്ച് മെയിൽ ഓറിയൻറ്റഡ് ഫീൽഡാണ്. അപ്പോൾ അതിപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും പറയും ഇവളും ആണുങ്ങളെ പോലെ അപ്പോൾ എൻ്റെ വിചാരം ഞാൻ മോർ ഓഫ് ഒരു മാസ്കുലിൻ പവറാണ്. കാരണം പേടിയില്ല, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, വേൾഡിൽ പോകാത്ത സ്ഥലങ്ങളില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് സ്കൂളിൽ കോളേജിൽ ഒറ്റയ്ക്ക് പോകാത്ത എന്നെ വിട്ടിട്ടില്ല എൻ്റെ അച്ഛൻ. ആരെങ്കിലും കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രദേഴ്സ് എൻ്റെ അനിയന്മാർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് ഒറ്റയ്ക്ക് പെറു മൈൻസിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ. അപ്പം ആ സമയത്ത് ഞാൻ വിചാരിച്ചു ആ ഒരു സ്പേസ് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്താ പറയണ്ട, എൻ്റെ ഉള്ളിലൊരു ഫെമിനൈൻ എനർജി കുറവാണ്. എൻ്റെ തോന്നൽ അങ്ങനെയാണ്. അപ്പം ഞാൻ വെച്ച് ഈ യൂണിവേഴ്സൽ ഫെമിനൈൻ എന്നാണ് നമ്മൾ പറയുന്നത് മഹാത്രിപുര സുന്ദരി. അപ്പം അത് വരയ്ക്കണമെങ്കിൽ ഐ ഷുഡ് നോ മൈ ഫെമിനിറ്റി ഫസ്റ്റ് എന്നൊരു തോന്നൽ എവിടെ നിന്നോ. ഇതിപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് എല്ലാം തോന്നലുകളുടെ പുറത്താണ്, അതല്ലാതെ പഠിച്ചോ പഠിക്കാത്തയോ ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതാണ് എൻ്റെ ബേസിക് തോന്നൽ. ആ തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് അർദ്ധനാരീശ്വരനെ വരയ്ക്കാം. അപ്പം ഞാനൊരു നവരാത്രി സമയം 9 ദിവസം വെള്ളം മാത്രം കുടിച്ച് വ്രതം എടുത്തു, ഉള്ളി വാട്ടർ. ലളിത സഹസ്രനാമം വായിക്കും വെച്ചാൽ ഫുള്ള് വായിക്കല കേട്ട് ചൊല്ലുക എന്ന് പറയുന്ന. അതെ. അപ്പം അത് ചെയ്യുന്ന സമയത്ത് അർദ്ധനാരീശ്വരനെ വരയ്ക്കാനാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ അർദ്ധനാരീശ്വരനെ വരച്ചു. അത് സാധാരണ നമ്മളെല്ലാം ഗണപതിയിലാണല്ലോ തുടങ്ങുന്നത്. ഒരു ഗണപതി വരച്ചു. ഗണപതി വരച്ചത് ഞാൻ ഏത് ഗണപതി വരയ്ക്കണം എന്നുള്ളത് ആ ഹേരംബർ ഗണപതിയിൽ എത്തിച്ചേർന്നതാണ്. അത് പിന്നാണ് അറിയുന്നത് താന്ത്രിക് ഗണപതിയാണെന്ന്. അന്നൊന്നും നമുക്കത് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഹേരംബർ ഗണപതിയുടെ സ്ട്രക്ചർ നമുക്കറിയാം. ഹേരംബർ ഗണപതി ഞാൻ മുമ്പില് നമ്മുടെ തഞ്ചാവൂർ പെയിന്റിങ് വരയ്ക്കുന്ന സമയത്ത് വരച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു തോട്ടുണ്ട് മനസ്സിലാവും അതിങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയാം. അത് വരച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടർ അലക്സ് ജീവിച്ചിരിക്കുമ്പം നമ്മുടെ കാഞ്ചീപുരത്ത് കാഞ്ചി കാമാക്ഷിയുടെ അടുത്തൊരു ആദി കാമാക്ഷി അമ്പലമാണ്. അവിടെ ചെറിയത് ആ അമ്പലത്തിൽ
അവിടാണ് ദേവി വന്നിരുന്നു എന്നുള്ളൊരു സങ്കല്പം. അവിടെ പോകുമ്പോൾ വലിയൊരു സ്പേസ് ഉണ്ട്. അവിടെ ഡോക്ടർ ഒരു 64 താമര വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ അത് വെച്ചൊരു കളം വരച്ച് ഇങ്ങനെ ഒരു പൂജ ചെയ്യും ഡോക്ടർ. അമ്പലങ്ങളിലെല്ലാം പോകുന്നൊരു മനുഷ്യൻ. അപ്പം അന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്തിനീ 64 ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ വെച്ചെന്ന് ആ ദേവിയുടെ അമ്പലത്തിൽ പോകാം എന്നും പറഞ്ഞു. ഞാൻ ഈ ഗണപതി വരച്ചതിന് ശേഷമാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിൽ ഞാൻ കയറുന്ന അല്ല ഈ അതെ അതെ അന്ന് ആ അതെ അതെ എന്തിനാന്നൊക്കെ ചിന്തിച്ചു പോയി. ഞാൻ ആ കടയിലോട്ട് കയറുന്നു. ഇയാൾ എന്നെ കണ്ടോണ്ട്, കാരണം ഇയാളെപ്പോഴും നമ്മൾ പോയാൽ ആ പൂക്കാരൻ്റെ 64 പൂക്കൾ വരയ്ക്കും. ഞാനിത് ആലോചിക്കുന്നില്ല വാങ്ങിക്കണം. അപ്പം എന്നെ കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, മാഡം ഇന്ന് 64 പൂവുണ്ട്. ചില സമയങ്ങൾ ഞങ്ങൾ കാത്തിരിക്കേണ്ടി അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇയാൾ കൊണ്ടുവരിക. അപ്പം ഞാനത് വാങ്ങിച്ച് ഞാൻ അകത്തെ പ്രീസ്റ്റിനോട് പോയി ചോദിക്കുകയാണ്, ഈ 64 എന്തായി, എന്തിനാണ് 60? അപ്പം അകത്തൊരു ഭൈരവരുണ്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ 64 ഭൈരവരുണ്ടെന്നാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയാണ് പറഞ്ഞത്. അന്ന് ഭൈരവരെ വരയ്ക്കാം. അങ്ങനെ ഭൈരവരെ വരച്ചു. ഭൈരവരെ വരച്ചിട്ട് നമ്മൾ ചുമ്മാ ഗൂഗിളിൽ ഈ 64 ഭൈരവർ എന്താണ് എന്നൊക്കെ ഉള്ളൊരു സെർച്ചിൽ ഈ 64 യോഗിനികൾ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടെന്നും അത് പിന്നെ ആ യോഗിനികളുടെ സബ്ജക്റ്റ് പറയുന്നത് ഇങ്ങനെ ഒരു ഇത് 2003 കാര്യമാണ്. കൊല്ലത്തൊരു കൃഷ്ണൻ നമ്പൂരി എന്നൊരു തിരുമേനി ഉണ്ടായിരുന്നു. തിരുമേനി എനിക്ക് യോഗിനി യോഗിനി യോഗേശ്വരി എന്ന് പറഞ്ഞൊരു മന്ത്രം ഇങ്ങനെ പറയാം. അപ്പം ഇത് പറഞ്ഞത് എനിക്കറിയാം, അത് പരമേശ്വരിയുടെ മന്ത്രമാണെന്ന് എൻ്റെ വിചാരം. അപ്പം അത് ആ യോഗിനി എന്ന് പറഞ്ഞപ്പോൾ ഒരു കണക്റ്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എവിടെയോ ജപിച്ചൊരു പേരുമുണ്ട്. അങ്ങനെയാണ് ഈ 64 യോഗിനികളുണ്ട്. അത് ത്രിപുരസുന്ദരിയുമായിട്ട് ബന്ധമുണ്ടെന്നും എനിക്ക് മനസ്സിലാകും. അന്ന് 64 യോഗിനികളെ വരയ്ക്കാം. അപ്പോൾ ഏറ്റവും ഈസി മെത്തേഡ് ഇവരെ നമുക്കറിയില്ല. ഗൂഗിളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായ നമുക്കൊന്നുമില്ല. പല പല സ്ക്രിപ്റ്റിൽ സ്കന്ദപുരാണത്തിൽ വേറെ പറയുന്നു, ഇങ്ങനെ ലിസ്റ്റുകളാണ്. അത് ലിസ്റ്റും ഭയങ്കര പിന്നെ ഭയാനകരമായ പേരുകൾ, ഒരു പേര് തോന്നുന്ന പേരുകൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് ഭൈരവരുടെ ആയിട്ട് കൺസോർട്ട്സ് ആണ് ഈ ദേവിമാരെന്നുള്ളതാണ്. അന്ന് ആദ്യം ഭൈരവരെ വരയ്ക്കാം, ഭൈരവരോട് പറയാൻ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ തോട്ട് അങ്ങനെയാണ് ഭൈരവർ വരയ്ക്കുന്നതും. പിന്നെ അതിൽ നിന്ന് കണക്ട് ചെയ്ത് ഓരോരോ ഹീര അമ്പലങ്ങളുണ്ട് ഇന്ത്യയിൽ, മധ്യപ്രദേശ്, UP അല്ലെങ്കിൽ ഒറീസ. അവിടെ ഇങ്ങനെ ചുറ്റും സർക്കിളിലാണ് ടെമ്പിൾ. 64 യോഗിനീസാണ് ചുറ്റും. നടുക്ക് ശിവൻ അല്ലെങ്കിൽ ഭൈരവൻ, കാലഭൈരവൻ.